ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. നമ്മൾ ഹീറോൻ്റെ ഡ്യൂറ്റാണ് വണ്ടി. അതിൻ്റെ ഗിയർ ബോക്സിൻ്റെ സൈഡിൽ ഓയിൽ ലീക്കും അതേപോലെ തന്നെ ഗിയർ സൈഡിലെ ബെയറിങ്ങിൻ്റെ കംപ്ലയിൻറ്റുമായിട്ട് നമ്മളത് അഴിച്ചിട്ടുണ്ട് മാറ്റാനായിട്ട്. ഗിയർ ബോക്സ് ബെയറിങ് ചെറിയൊരു പ്ലേ കാണിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഈ ഓയിൽ സീലാണ് ലീക്കായിരുന്നു കേട്ടോ. അപ്പോൾ കൂട്ടത്തിൽ കൂടെ നമ്മൾ അഴിച്ചു മാറ്റുമ്പോൾ നമുക്ക് രണ്ടും കൂടി മാറ്റി റീസെറ്റ് ചെയ്യുന്നുണ്ട്. അത് നമ്മൾ മാറ്റണമെന്നുണ്ടെങ്കിൽ ഫുള്ളായിട്ട് ഗിയർ ബോക്സിൻ്റെ ഭാഗം ഫുള്ളായിട്ട് അഴിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇത് മെയിനായിട്ട് ഇതിൻ്റെ കൂടുതലായിട്ട് ഇതിൻ്റെ ബെയറിങ്ങിന് കംപ്ലയിൻറ്റ് വരാനൊരു മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ, ഒന്ന് നമുക്ക് ഈ ഇതിൻ്റെ ഈ ബാക്ക് സൈഡിൽ വരുന്ന ഈ ബ്രീത്തർ പൈപ്പ് എന്ന് പറയും, അത് ശരിക്കും ഈ എയർ ഫിൽറ്ററിൻ്റെ സൈഡിൽ വെറുതെ ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുള്ളൂ. അതൊരു കാരണവശാലും പുറത്തേക്ക് ചാടി വരാത്ത രീതിയിൽ നോക്കാം. അപ്പോൾ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ കൂടെ വെള്ളം അങ്ങനെ എന്തെങ്കിലും ഇറങ്ങി കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലേക്ക് ഓയിലിൽ മിക്സ് ആവും, ബെയറിങ് കംപ്ലയിൻറ്റിലേക്ക് വരും. പിന്നെ അതുകൂടാതെ നമുക്ക് അതിൻ്റെ ബാക്കിലത്തെ ടയറിൽ എയർ പ്രഷർ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ എപ്പോഴും നമുക്ക് 35 PSI കൂടുതൽ അടിക്കാതിരിക്കുക. കാരണം അതിൽ കൂടുതൽ വന്നാലും ഇപ്പോൾ റോട്ടിൽ ഗട്ടർ ചാടുമ്പോഴൊക്കെ നല്ല രീതിയിലുള്ള ഷെയ്ക്ക് ആയിരിക്കും അതിന് കിട്ടാം. എയർ കൂടുതലാണെങ്കിൽ തെറിപ്പ് കൂടും. അങ്ങനെ വരുമ്പോഴത്തേക്കും ബെയറിങ് കറക്റ്റ് അറിയാമല്ലോ, ബോൾ ബെയറിങ് തന്നെ കറക്റ്റ് ഒരു പോയിൻ്റ് ടച്ച് ആവാം. ആ ഭാഗം ഡാമേജ് വരാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ടയർ പ്രഷർ എപ്പോഴും കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. അതേപോലെ തന്നെ ഇവിടുത്തെ ഈ ബ്രീത്തർ പൈപ്പൊന്നും പുറത്ത് വരാത്ത രീതിയിൽ കറക്റ്റായിട്ട് ശ്രദ്ധിക്കുകയാണെങ്കിൽ വലിയ കംപ്ലയിൻറ്റ് ഇല്ലാണ്ട് നമുക്ക് മാക്സിമം ഉപയോഗിക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ നിലവിൽ നമ്മളത് അഴിച്ച് ക്ലിയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ഗിയർ ബോക്സിൻ്റെ ഭാഗം അഴിച്ചപ്പോൾ ജസ്റ്റ് ഒന്ന് അപ്ഡേറ്റ് ചെയ്തെന്നുള്ളൂ. അപ്പോൾ സ്കൂട്ടർ മോഡൽ വണ്ടികൾ കോമൺ ആയിട്ട് കാണുന്ന ഒരു കംപ്ലയിൻ്റ് ആണ്. അപ്പോൾ അത് കൂട്ടത്തിൽ നമ്മൾ ക്ലിയർ ചെയ്ത് പോകുന്നുണ്ട് കേട്ടോ.